ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ ഇന്ന് ലോക്സഭയിലേക്കും എല്ലാ നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള 2 ബില്ലുകളാണ് അവതരിപ്പിക്കുക. ബില്ലിൽ കടുത്ത എതിർപ്പാണ് പ്രതിപക്ഷത്തിന്. ബില്ലിന്റെ പകർപ്പ് 24-ന് കിട്ടി. അല്ല, ഈ ബില്ല് തന്നെ പിൻവലിക്കണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത്. ഇത്തരം ഒരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരാൻ പാടില്ല, പാസ്സാക്കാൻ പാടില്ല, നടപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭകളുടെ തെരഞ്ഞെടുപ്പ് അതിൻ്റേതായ വഴിക്ക് പോകണം, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതിൻ്റേതായ വഴിക്ക് നടക്കണം. അതല്ലാതെ ഇതെല്ലാം കൂടി ഒരുമിച്ച് നടത്തുക എന്നത് പ്രായോഗികമല്ല. സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു തീരുമാനമാണ്. മാത്രമല്ല BJP തന്നെ എന്നും എക്കാലത്ത് രാജ്യം ഭരിക്കുന്ന എന്താ ഉറപ്പുള്ളത്? ബൽറാം നുരങ്ങാടി വാർത്തയുടെ വിവരണം വെച്ചിരുന്നു. ബൽറാം, ഈ എന്താണ് ഇതിന് ഇപ്പോഴുള്ള സംഖ്യ വെച്ച് NDAക്ക് ഒറ്റയ്ക്ക് എന്തായാലും ലോക്സഭയിൽ ബില്ല് പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല. അതിന് പ്രതിപക്ഷ പാർട്ടികളുടെ ആരുടെയെങ്കിലുമൊക്കെ സഹായം കൂടി വേണ്ടിവരും. അങ്ങനെ വല്ല എന്താണ് ഇൻസൈഡ് ഓപ്പറേഷൻ നടക്കുന്നുണ്ടോ ബൽറാം? അതോ എന്താണ് BJP ബില്ല് കൊണ്ടുവരുന്നത് ഉദ്ദേശിക്കുന്നത്? മതിയായ എണ്ണം ലോക്സഭയിൽ അവർക്കില്ലാതെ. ഹാഷ്മി, ഈ ബില്ല് അവതരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 129-ാം ഭേദഗതി എന്നുള്ളതാണ്. ഈ ഭരണഘടനാ ഭേദഗതിക്ക് 2/3 ഭൂരിപക്ഷം BJPക്ക് ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ BJPക്കോ NDAക്കോ ഒറ്റയ്ക്ക് ആ ഭേദഗതി നടപ്പാക്കാൻ കഴിയില്ല എന്നുറപ്പാണ്. നിലവിലിപ്പോൾ YSR കോൺഗ്രസ് മാത്രമാണ് BJPയെ ഈ ബില്ലിൽ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. YSR കോൺഗ്രസിനാകട്ടെ ലോക്സഭയിൽ 4 MP-മാർ മാത്രമാണ് ഉള്ളത്. രാജ്യസഭയിൽ 9 MP-മാരും YSR കോൺഗ്രസിന് ഉണ്ട്. അതേസമയം ദീർഘകാല ലക്ഷ്യമാണ് BJPക്ക് ഇക്കാര്യത്തിൽ ഉള്ളത് എന്ന് വ്യക്തമാണ്. കാരണം ബില്ല് അവതരിപ്പിച്ച് JPCക്ക് വിടാൻ തയ്യാറാണ് BJP എന്ന് അവതരിപ്പിക്കും മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പിന്നീട് JPCക്ക് പോയി പിന്നീട് ലോക്സഭയിലേക്ക് ഈ ബില്ല് എത്തുന്ന ഘട്ടത്തിലേക്കും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ ഒപ്പം നിർത്താനുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുമായി വലിയ സംഘർഷത്തിന് ഇപ്പോൾ കേന്ദ്രം മുതിരുന്നില്ല. ഏജൻസികൾ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ സജീവമായി രംഗത്തില്ല. ഗവർണറും മമതാ ബാനർജിയുമായുള്ള ബന്ധവും മെച്ചപ്പെട്ടിരിക്കുന്നു സമീപകാലത്തായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ DMKയുമായും ഒരു പാലമിടാൻ കേന്ദ്രം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അത്തരത്തിലുള്ള വിലയിരുത്തലുകളും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള വലിയ പാർട്ടികളെ ഒപ്പം നിർത്താനുള്ള ശ്രമമായിരിക്കും BJPയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകുക. കൂടാതെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലാതെ പ്രതിപക്ഷമായിരിക്കുന്ന BJD അടക്കമുള്ളവരെയും കൂടെ നിർത്താൻ BJP ഈ ഘട്ടത്തിൽ ശ്രമിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ വെല്ലുവിളി അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം എന്നുള്ളതും 129-ാം അനുച്ഛേദ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഭേദഗതികൾ. ഇതിൽ 4 കൂട്ടിച്ചേർക്കലുകളാണ് 3 പേജ് മാത്രമുള്ള ഈ ബില്ലിൽ ഉൾപ്പെടുന്നത്. അതിൽ 82A-യിലെ 7 ഭേദഗതികളാണ് നടപ്പാക്കുന്നത്. അടുത്ത ലോക്സഭ 2029 ലോക്സഭ നിലവിൽ വന്ന ആദ്യ ദിവസം തന്നെ 82, 83, 172, 327 എന്നീ അനുച്ഛേദങ്ങൾ ഭേദഗതി വരുന്ന അടക്കമാണ് ബില്ല് ലോക്സഭയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് പ്രതിപക്ഷം എന്ത് നിലപാട് സഭയിൽ സ്വീകരിക്കും? പ്രതിപക്ഷത്തിൽ ആരെങ്കിലും അപ്രതീക്ഷിത പിന്തുണ NDAക്കുണ്ടോ? NDAയിലെ ഏതെങ്കിലും കക്ഷികളുടെ പിന്തുണ ഇല്ലാത്തതുണ്ടോ? തുടങ്ങിയ കുറച്ച് സർപ്രൈസുകൾ അവിടെ ഉണ്ട്.